അപ്പോൾ നമ്മളെല്ലാ ഫ്രണ്ട്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ആബിദ് ഖാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കടയിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ അവിടെ നല്ല അടിപൊളി കച്ചും അതേപോലെ തന്നെ എന്താ പറയുക ചെത്തൈസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മുന്നേ 1-2 വട്ടം പോയിട്ടുണ്ട്. ആ കട പൂട്ടിയിരിക്കുകയാണ്, വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ടായിരിക്കും. വൈകിട്ട് വരാം ഒന്നുകൂടെ. ഹൈക്കറ ബീച്ചിൻ്റെ അടുത്താണ് ഞാനുള്ളത്. ഇപ്പോൾ എസ് എൻ പാർക്ക് അടിപൊളി പാർക്കാണ്. പണ്ട് തോൽവിയായിരുന്നു, ഇപ്പോൾ അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും കൊറോണയിലെ വന്നില്ലേ. ചൂസി സ്പ്രിംഗ് ഫീൽഡ് ചിക്കു കേരള ദിനേശ് ഭവൻ. ഒരു ഫ്ലാറ്റിൻ്റെ പണി നടക്കണ്ടല്ലോ അവിടെ. ആ ഫ്ലാറ്റിൽ മുകൾ ഭാഗത്തൊക്കെ താമസിക്കുന്നവർക്ക് നല്ല വ്യൂ കിട്ടും. ടൈം ലാപ്സൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. ഈ റോഡ് എത്ര കൊല്ലായിന്ന് അറിയാം ഇങ്ങനെ. എന്തുകൊണ്ടാണ് അവർ ഈ റോഡ് ഇവിടെ മാത്രം ശരിയാക്കുക, ആ എൻ്റെ മാത്രം ശരിയാക്കിയെന്നോ ഒരു പിടിയും കിട്ടുന്നില്ല. സൺ ഫൺ ഇവിടുത്തെ താഴത്തെ ഫ്ലോറിലായിരുന്നു നമ്മൾ അരുൺ സ്മോക്കി, പിന്നെ റാസീന്, പിന്നെ രാകേഷ്, വേമ്പ്, അങ്ങനെ കുറേ ആൾക്കാർ താമസിച്ചിരുന്നത്. അതേപോലെ മുകളിലാണ് നമ്മുടെ അവൻ്റെ പേര് മറന്നുപോയി. അതും ഒരു യൂട്യൂബറാണ്. അവനിപ്പോൾ കപ്പിൾ വ്ളോഗ്സൊക്കെയാണ് ചെയ്യുന്നത്. അവൻ താമസിച്ചത് മുകളിലാണ്. ഇവിടെയൊക്കെ ഒരുപാട് കടയുണ്ടായിരുന്നു, തട്ടുകട. നല്ല കല്ലുമാക്കായി കിട്ടുന്ന സ്പോട്ടായിരുന്നു ഇവിടെ. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ഇരുന്ന് നല്ല ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്ലി സ്പോട്ടൊക്കെ ഇരുന്ന് പിന്നെ നല്ല ചായ കുടിക്കുക, കടി, ഇഷ്ടമുള്ള കടി കഴിക്കുക. ഇവിടുന്ന് പല ഷോപ്പും ഉണ്ട് ഇവിടെ. എല്ലാ ഷോപ്പും മികച്ചതായിരുന്നു. ഞാൻ ലാസ്റ്റ് വരുമ്പോൾ ഇത്ര ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം കുറേ ഉണ്ട് ഇവിടെ. ലാസ്റ്റ് വരുമ്പോൾ 2 ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം 4-5 ആയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ തോണിയൊക്കെ പാർക്കുന്ന തീർക്കുന്നുണ്ട് കേട്ടോ. ബ്രസീൽ ഫാൻസ് എന്തോന്നും ഇവിടെ. വേറെ കൊടിയൊന്നും കാണുന്നില്ല. എനിക്ക് റോഡിൻ്റെ എൻഡ് വരെ പോയി നോക്കാം. ചെറിയ ചെറിയ വീടാണ് ഇവിടെയൊക്കെ ഉള്ളത്. സാധാരണക്കാർ മനുഷ്യരൊക്കെ താമസിക്കുന്ന വീട്. ആഹാ, അവിടെ ബ്രസീൽ, ഇത് അർജൻറ്റീനൻ്റെ അടിപൊളി കൊടി. ഇത് ഇവിടെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരാവാൻ പോകുന്നവരുടെ കൊടി. പിന്നെ ഈ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതും ഇത് അപ്ലോഡ് ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അവിടെ ലാസ്റ്റ് കാണുന്ന ബീച്ചില്ലേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ പാറകളൊക്കെ കാണുന്നത്, അതെങ്ങനെയാ പോവാ? ആ ആ ആ ആ ആ ആ ആ നേരെ പോയാൽ മതി അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത്. ഫ്രാൻസ്, ബ്രസീൽ, അർജൻറ്റീന, ജർമ്മനി, പോർച്ചുഗൽ, സ്പെയിൻ, ഇംഗ്ലണ്ട് ഒന്നുമില്ല ഇവിടെ. ചേട്ടാ, മീൻകുന്ന് ബീച്ച് എവിടെയാ? ഫുൾ സ്ട്രൈറ്റാ? എന്താണിത്? Poly man. Wow. ഇവരെങ്ങനെ താഴെ ഇറങ്ങുന്നത് ചേട്ടാ?
ഓ ചെറുതായിട്ടൊന്ന് തെന്നിപ്പോയി അങ്ങ് എത്തിയല്ലേ? ആ ഇവിടെ അപകടം ഉണ്ടാവാറുണ്ടോ? കുറേ ആയാ? ഇവിടെ അങ്ങനെ ആരും വരുത്തില്ലല്ലേ? നല്ല ടെൻ്റ് അടിച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ നല്ല സൺറൈസ് ഇട്ട് മോനെ ഇതൊക്കെ ഇടിഞ്ഞതല്ലേ കാണുന്നത്? ഈ ലെവലായിരുന്നു, ഇടിഞ്ഞ് അവിടെ എത്തിയതാണത്. ഇത്രമാത്രം ആക്സിഡൻ്റൽ സ്പോട്ടാണ് ഇതൊന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. എത്ര ഡേഞ്ചറാണ്. അവിടുന്ന് ഒരാൾ മീൻ പിടിക്കണം. ചേട്ടാ ഇവിടുന്ന് താഴെ ഇറങ്ങുന്ന വഴിയുണ്ടോ? ഇതിലൂടെയാ? ഓക്കെ, ഇതാണല്ലോ താഴെ ഇറങ്ങാനുള്ള വഴി. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അവഞ്ചർ ബൈക്കിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ചാട്ടത് ഇതിൻ്റെ നീളം കാരണം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒടിച്ചെടുക്കാനും വടച്ചെടുക്കാനും പറ്റില്ല. നമ്മൾ ഐക്കര ഉള്ളതിപ്പോൾ ഐക്കര സ്കൂളിനടുത്താണ് ഈ പറയുന്ന ഒട്ടക്കച്ചുള്ളത്. അവിടെ 2 കടയുണ്ട്. ആഷിദിൻ്റെ കച്ച് കട അങ്ങനെന്ത് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അതോടൊപ്പം തന്നെ ആബിദ് ഖാൻ്റെ കട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ആബിദ് ഖാൻ്റെ കടയിലേക്ക് നമ്മൾ പോകുന്നത് 30 വർഷത്തോളം അദ്ദേഹം ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. മാർക്ക് വിൻസിൻ്റെ ചാനലിലൂടെ ആട്ടോ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ അറിയുന്നു. മാർക്ക് വിൻസിനെ അറിയില്ലെങ്കിൽ ഹീസ് എ ഫേമസ് ഫുഡ് ട്രാവലറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കണ്ടന്റ് മൊത്തം ഭക്ഷണമാണ്. ലോകത്തിൽ പല രാജ്യങ്ങളിലും പോയി അവിടെ ഭക്ഷണം കഴിക്കുക മാത്രമേ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയും കൂടി അദ്ദേഹം കാണിക്കും. അതേപോലെ അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണിക്കും. ആ ഫുഡ് റിലേറ്റഡായ കൾച്ചറും കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണിക്കും. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മോർ ദാൻ 6 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെന്നാണ്. അമേരിക്കക്കാരനാണ്, ബട്ട് മാരീഡ്, തൈവാനീസ് ഗേൾ ആൻഡ് സെറ്റിൽഡ് ഇൻ തൈവാൻ. അങ്ങനെ കണ്ണൂർ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പം അതിന് മോർ ദാൻ 2 മില്യൺ വ്യൂസ് ഉണ്ട്. എബിൻ ചേട്ടായിയോടൊപ്പമാണ് അദ്ദേഹം വന്നത്. അങ്ങേര് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫുഡ് ബ്ലോഗറാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വന്നത്. കൊലാബറേഷൻ ആയിരുന്നു. അങ്ങനെ കണ്ണൂർ വന്നപ്പം വൈകിട്ട് ഒരു ബ്രേക്ക് എടുത്തത് ഇവിടെ വെച്ചിട്ടാണ്. ഇക്ക ഇതെന്താ ഈത്തപ്പഴ കച്ചല്ലേ? ആ ഒരു കച്ചോക്കട്ടെ. മിക്സ് ഒക്കെ പാർസലാണേ. കുടിക്കാൻ എന്താ തണുത്തെ? ഒരു മോര് സോഡ വെക്കട്ടെ. ജീരക സോഡ ഇതില്ല. എത്ര മണിക്കാ വർക്കാ? ആ ഫ്ലേവർ ഇതുകൊണ്ട് അടിപൊളി. വലിയ വേദന കിവി അടിപൊളി ഓപ്ഷൻ കേട്ടോ. ടോപ്പാണ്. വരുന്നവരൊക്കെ ഇവിടുന്ന് കഴിച്ചിട്ട് പോകും. അടുത്ത കട ഉണ്ടെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ടേ പോകും. വരാനായ അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. എൻ്റെ കൂടെ 2 ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ ഈ ഒട്ടക്കച്ച് കൊടുത്തിട്ട് ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ഇവരെ കൊണ്ടുവന്ന് അറിയിക്കാൻ പറ്റണം. സോ ഇതാണ് ഫുൾ മിക്സ്ഡ് ആണ്. ഫുൾ എല്ലാം മിച്ചറുണ്ട്, അതേപോലെ മുറുക്കുണ്ട്, എല്ലാ സംഭവമുണ്ട്. പിന്നെ ഇതാണ് മസാല. ഇത് കൂടി ഉണ്ട്. ഇത് ഞാൻ എക്സ്ട്രാ വാങ്ങിയതാണ്. ഈ ഒരു പാക്കറ്റ് എക്സ്ട്രാ മേടിക്കാൻ 10 രൂപ കേട്ടോ. ഇത് അല്ലെങ്കിൽ നോർമൽ ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരും. പിന്നെ അത് ബോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 75 രൂപ മുതൽ
ബോട്ടിൽ കിട്ടാണ്ട് അവിടെ. മോനെ കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരും. ഇതാണ് സാധനം. ഇങ്ങനെ അങ്ങ് എടുക്കുക. അപ്പോൾ ഈ സംഭവം എൻ്റെ കൂടെ 2 ആൾക്കാരുണ്ട്. ഓരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് ഇത് ഞാൻ എവിടുന്നാണ് മേടിച്ചതെന്ന് അവരെ കൊണ്ട് പറയിക്കാൻ പോകും. ആദ്യം നമ്മളുടെ മുക്താറാണ്, യൂട്യൂബറാണ്. ട്രൈ ആക്ക്. എങ്ങോട്ട് പുളിയാ? എവിടെ നിന്ന് മേടിച്ചതെന്നറിയോ? കടൻ്റെ പേര് മസാല എങ്ങനെയുണ്ട്? ഇതുപോലത്തെ മസാല മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈമാ? ഓക്കെ, ഇനി സെക്കൻഡ് ആള്. രണ്ടാമത്താണ് മുറുക്കാണ് എടുത്തത്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എങ്ങനെ മസാല എങ്ങനെയുണ്ട്? നൈസാ, തിന്നോളൂ. എവിടെ നിന്ന് മേടിച്ചതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഞങ്ങൾക്കറിയാം. വലിയ ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ല. ഇങ്ങനത്തെ മസാല കഴിച്ചിട്ടുണ്ടോ? റൊട്ടക്കാച്ച ഒരുപാട് കഴിച്ചല്ലേ കണ്ണൂർ മൊത്തം? ഇല്ല, ഇത് വേറെ തന്നെ മസാല. ഓക്കെ, അപ്പോൾ ഇത് അറിയണല്ലേ? വീടല്ലേ. ഇവിടെ 2 ആൾക്കാർ ഭയങ്കര ആക്രമണം. അടിപൊളിയാണ്. രക്ഷയില്ല. അതിൻ്റെ പുളി പിന്നെ കരിവേപ്പില ഒക്കെ മുളകുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം ചെറിയ സ്പൈസൊക്കെ ഉണ്ട്. നല്ലോണം നന്നായി പിടിച്ചിട്ടുണ്ട്. 39 കൊല്ലം 40 കൊല്ലത്തിനടുത്ത് ഈ ഒരു കട ഇവിടെ ഉണ്ട്. നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. നമുക്ക് തിന്നാൻ പറ്റൂല. ശരിക്കും പിടിക്കണത്. ഇത് നോമ്പ് കാലത്തൊക്കെ ഭയങ്കര ഫേമസാണ് കണ്ണൂർ ഭാഗത്ത്. കുട്ടികളൊക്കെ താൽക്കാലികമായിട്ട് സ്റ്റാളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല കാശുണ്ടാക്കുന്നതാണ് ഇത് വെച്ചിട്ട്. മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ കണ്ട, ഇങ്ങനെ ലേശം ഇങ്ങോട്ട് കണ്ട കരിവേപ്പിലൊക്കെ കണ്ട. ഇതിൻ്റെ ഫോട്ടോ കണ്ടാൽ മതി വായിന്ന് വെള്ളം വരാൻ. ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നവർക്ക് മാർക്ക് ക്വീൻസ് എല്ലാവർക്കും അറിയുന്ന ഒരു യൂട്യൂബർ തന്നെ ആയിരിക്കും. ഇദ്ദേഹം കണ്ണൂർ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത്. ഇതാണ് ഏതാണ്ട് 2.5 മില്യൺ വ്യൂസ് വന്ന വീഡിയോ. ഈ വീഡിയോ കണ്ട് ലോകത്ത് പല ഭാഗത്തുനിന്നും അദ്ദേഹത്തിന് കോൾ വന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്.